ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിതാ അച്ചൂസിൻ്റെ കല്യാണത്തിന് പോകാൻ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഫസ്റ്റ് പരിപാടി മുടിയിലെ ജട കളയാന്നുള്ളതായിരുന്നു. വൈകിട്ടൊരു റിസപ്ഷൻ്റെ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് വർക്ക് കഴിഞ്ഞ പാട് വന്ന് ദേഹം കഴിയിട്ട് കിടന്ന കേട്ടോ. മുടിയിലെ ജടയൊന്നും കളയാൻ നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ രാവിലെയാണ് ആ പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് മൂസ് തേച്ചിട്ട് മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ മുടി എത്ര സ്ട്രെയിറ്റ് ചെയ്താലും അതവിടെ നിൽക്കില്ല കേട്ടോ. മൂസ് തേക്കുവാണെങ്കിൽ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിന്നോളും. അപ്പോൾ ഇത് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂസ് അല്ല, ഞാൻ ബ്രൈഡലിന് വേണ്ടി വാങ്ങിയതാട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആണോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുടി ചീവി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ചീവി ജട കളഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ചേട്ടാ എനിക്ക് കാപ്പി ഇട്ട് തന്നു. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ചൂട് കാപ്പി കുടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നുണ്ട്. ഇപ്പം മിക്കവാറും ദിവസം വർക്കിന് വേണ്ടിയിട്ട് വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ത്രോട്ട് ഇൻഫെക്ഷൻ വന്നത്. അത് നന്നായിട്ട് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്, കുറേ ദിവസമായി മാറുന്നേ ഇല്ല. അപ്പോൾ മൂസ് തേച്ചിട്ട് ഞാനിതുപോലെ കുഞ്ഞു കുഞ്ഞു പാർട്ടീഷൻസ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നൊരു വേവി ലുക്കിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ മുടി പിന്നെ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. ഞാൻ ആകെപ്പാടെ ആ കുറച്ച് ഭാഗം മാത്രമേ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ കട്ട് ചെയ്ത് വിട്ട ഭാഗവും അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെയർ കട്ട് ചെയ്ത് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഹെയർ സ്റ്റൈലിന് വലിയ ടെൻഷനൊന്നുമില്ല. 2-3 രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ചേട്ടായി പുതിയ ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാശാൻ അതാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ മേക്കപ്പും കഴിഞ്ഞു, ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ബ്ലൂ ഐലൈനർ ട്രൈ ചെയ്തു, പുതിയ ഐലൈനർ വാങ്ങിയതാട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ്. അപ്പോൾ ഫേസസിൻ്റെ ആട്ടോ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുക്കാം. കുറേ പേര് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വ്യൂ പ്രൊഡക്റ്റിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് അതിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഹെയർ ഇതുപോലെ ബാക്കിലെടുത്ത് കെട്ടി പിന്നെ പൊട്ടും വെച്ചു. അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ശ്രീജ ചേച്ചി ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു പ്രാവശ്യം ഫാഷൻ ഷോയ്ക്ക് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിടാമെന്ന് വിചാരിച്ചു. സാരി ഉടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുന്ന് 2-3 മണിക്കൂർ കാറിലിരുന്ന് പോയിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു കോലമാകും. പിന്നെ കടത്തിലും ബോട്ടിലൊക്കെ കയറി പോകേണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ സാരി അങ്ങ് ട്രൈ ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി ഇതെടുത്തിട്ട് വിട്ടു. സാരി എടുക്കണോ വേണ്ടിയോ എന്ന് ഞാൻ കുറേ ആലോചിച്ചു. എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ രാത്രിയിലത്തെ ടയേർഡും രാവിലെ ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ടത് കൊണ്ടും സാരിയുടെ തീരുമാനം ഞാനങ്ങ് മാറ്റി. ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഏറ്റുമാനൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതേപോലെ ഇത് പുഞ്ചവയൽ കാറ്റോ അങ്ങനെ എന്തൊരു സ്ഥലമാണ്. പോകുന്ന സൈഡിൽ ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പാടവും അതുപോലെ സൈഡിലൊക്കെ മരങ്ങളൊക്കെ ആയിട്ട്. മിക്കവാറും ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുന്നത് ഈ വഴിക്കാണ്. പക്ഷെ ഓരോ തവണ വരുമ്പോഴും നമുക്ക് വീണ്ടും ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ തണ്ണീർമുക്കം ബണ്ട് വഴിയാട്ടോ പോകുന്നത്. നമുക്ക് ചങ്ങനാശ്ശേരി വഴിയും പോകാം, ഈ വഴിയും പോകാം. അപ്പോൾ ഞങ്ങൾ ഈ വഴിയാണ് കുറച്ചുകൂടി എളുപ്പം തോന്നിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5-5 അങ്ങനെ സൈഡിൽ കണ്ട ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ 2 ഇടിയപ്പം ആട്ടോ വാങ്ങിയത്. ചേട്ടായി മുട്ടക്കറിയും ഞാൻ വെജിറ്റബിൾ കറിയും വാങ്ങി. രണ്ടിനും എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഇതിലെന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് വേറെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റ് ആണല്ലോ, പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടോ. 9:30 മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഏറെക്കുറെ കറക്റ്റ് സമയത്ത് എത്തി. അപ്പോൾ അവിടെ ആയിട്ടൊരു പേയാൻ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് ഞങ്ങൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കടത്തിൻ്റെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജെട്ടിയുടെ അവിടെ നിന്ന് പിന്നെ നമുക്ക് കടത്തുമുണ്ട്, അതുപോലെ തന്നെ ബോട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും ബോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കടത്താണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവിടും, പിന്നെ അവിടെ നടന്നു പോകണം. പച്ചൂസിൻ്റെ കൂട്ടുകാരി അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ അങ്ങോട്ടാണെന്ന് പറഞ്ഞു. അപ്പം കടത്ത് കയറി ആളപ്പുറം പോയിട്ട് നടന്നു പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബോട്ട് നോക്കി നിന്നിട്ട്, ബോട്ടാകുമ്പോൾ നമുക്ക് ആ കായലിൽ കൂടെ തന്നെ പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ വായി നോക്കി നിൽക്കുന്നുണ്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനാട്ടോ ബോട്ട് വന്നത്. ഞങ്ങളവിടെ 8:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ വായി നോക്കി നിൽക്കാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയോ ഒരു സ്ഥലം കാണാൻ. കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചാണ് ഇവിടെയൊക്കെ വരണമെന്ന്. അങ്ങനെ അച്ചൂസിൻ്റെ കല്യാണം ആയപ്പോഴാണ് നടന്നത്. നല്ല രസമാട്ടോ. ശരിക്കും ക്യാമറയിൽ ഈ സ്ഥലമൊക്കെ അത്ര ഭംഗിയായിട്ട് കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല.
അത്ര അടിപൊളിയായിരുന്നു. എൻ്റെ മുടി അവിടെ ചെന്നപ്പോഴും വൃത്തിയായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മുടിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്, കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി 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 പറ പോലെ ഇരിക്കും. പക്ഷെ കുഴപ്പമില്ലാണ്ട് നീറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു കേട്ടോ. ഫുൾ കായലിൽ കൂടെ ആയിരുന്നു പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് ഹൗസ് ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ബോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ ഉള്ളിടത്തൂടെ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടപ്പോൾ ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കണ്ടാണ് അവിടെ വരെ എത്തിയത്. അപ്പോൾ ദാ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെന്നപ്പോൾ അച്ഛൻ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര ടെൻഷനായിരുന്നു എന്ന്. കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു ലുക്കിൽ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ അധികം നേരം എനിക്ക് സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയുടെയും കൂടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് പേര് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ. ഒരുപാട് ഓൺലൈൻ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇത് അകത്തോട്ട് പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഇപ്പുറത്തായിട്ട് പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികാരം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത സമയത്ത് കുറച്ച് ലൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ലൈറ്റ് കുറച്ച് അകത്തേക്ക് ഓവറായിട്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും കാണാത്തത്. അപ്പോൾ അജിച്ചേട്ടൻ ആദ്യം വന്നു. പുറകെ അച്ചൂസിനെ അച്ഛനും അമ്മയും കൂടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് കാത്തിരുന്നൊരു ദിവസമാണ് കേട്ടോ ഇത്. ശരിക്കും 10 വർഷമൊക്കെ പ്രണയിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നെങ്കിൽ പോലും 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. പരസ്പരം അത്രയും സ്നേഹം അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കാലം കാത്തിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്ന മൊമെൻ്റ് എത്തി. അച്ചൂസിന് അയച്ചേക്കാൻ താലി ചാർത്താണ്. ലൈഫിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. ഇത്രയും ഒരു ലോങ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. സോ എനിക്ക് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇതവിടെ ആ ഒരു പന്തലുണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമല ഷാജിയും അമൃതയും പിന്നെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അച്ചൂസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് അമലയുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഷെല്ലിനെ കണ്ടു കേട്ടോ. ഷെല്ലിനെയാണ് അച്ചൂസിനെ മേക്കപ്പ് ചെയ്തത്. ഞാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം പണ്ട് മുതലേ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. ടിപ്സൊക്കെ നോക്കാറുണ്ട്. അപ്പം ഭയങ്കര യൂസ്ഫുൾ ആണ് ആളുടെ ടിപ്സൊക്കെ. അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി. പിന്നെ ആളുടെ അടുത്ത് കുറേ സംസാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഷെല്ലിനെ പരിചയപ്പെടാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അമലയോടുകൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നല്ല സുന്ദരിയാണ് കേട്ടോ കാണാനായിട്ട്. ചെന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. യൂട്യൂബിന് 1-2 പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ അമലേനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അമലയുടെ വീഡിയോസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമലയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ ഏത് ആംഗിളിൽ വെച്ചിട്ടും ഫോട്ടോയ്ക്കൊന്നും ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു പുറത്തുനിന്നുള്ള ലൈറ്റ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ക്യാമറയുടെ ആണെന്നാണ്. പക്ഷെ പുറത്തുനിന്നുള്ള ലൈറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷെല്ലിനെ എനിക്ക് ചോദിക്കാതെ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അമലയുടെ കൂടെ മാത്രമല്ല കേട്ടോ, അമൃതയുടെ കൂടെയും ഷെല്ലിയുടെ കൂടെയും എല്ലാവരും കൂടെ നിന്നിട്ട് കുറച്ച് പിക്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോയിട്ട് സ്റ്റേജിൽ കയറി അച്ചൂസിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു
ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒത്തിരി ദൂരേക്കൊക്കെ പോകേണ്ടവരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തിരക്കൊന്ന് ഒതുങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പം ഇത് രുക്കുമയാട്ടോ, അച്ചൂസിൻ്റെ അനിയത്തിയാണ്, കസിനാണ്. മഞ്ജുഷ നാട്ടോ പേര്. അപ്പോൾ ആളാണ് എനിക്കിവിടെ വന്നിട്ട് ഫുൾ വീഡിയോസൊക്കെ എടുത്തു തന്നത്. ഞങ്ങൾ സ്റ്റേജിൽ കയറി അച്ചൂസിന് ഗിഫ്റ്റൊക്കെ കൊടുത്ത സമയത്ത് രുക്കുമാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു തന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട് മാരീഡ് ആവുന്നത്. പക്ഷെ എനിക്ക് തലേദിവസം വരാൻ പറ്റിയില്ല കേട്ടോ. വർക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വർക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ശരിക്കും നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് സംസാരിച്ചിട്ട് പോരേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ആ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങളൊരു സെൽഫിയും കൂടി എടുക്കുന്നുണ്ട്. ചേട്ടനോട് ചോദിച്ചപ്പം ആളെടുക്കില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. അപ്പം അച്ചൂസിനും അയച്ചേട്ടനും ഒരു അടിപൊളി മാരീഡ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ രണ്ടാളും കുറേ കാലം അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. എനിക്ക് ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറയാൻ ഭയങ്കര നാണവും ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര നാണമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചൂസിൻ്റെ വീട്. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ പോയി ഇങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അകത്ത് ഗോൾഡൻ പ്ലേ ബട്ടണും സിൽവർ പ്ലേ ബട്ടണും ഒക്കെ വെച്ചിട്ടുണ്ട്. പുറത്ത് നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു സ്ഥലം കേട്ടോ ഇത്. അവിടെ ഫുള്ളിപ്പോൾ പോള വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. ആ ഒരു വെള്ളമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ശരിക്കും ഇത്രയും ഭംഗിയുള്ള സ്ഥലം എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ചെറിയൊരു കാറ്റും ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ശരിക്കും വീഡിയോയിൽ അത്രയും ഭംഗി അറിയുന്നുണ്ടോ പോലും എനിക്കറിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ വായി നോക്കിയൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ട് കുറച്ച് കറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്താൻ പറ്റുമെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയത് കേട്ടോ, ഒരുപാടൊന്നും പോയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സൈഡിലായിട്ടും ഒരു ഹൗസ് ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാലമൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ പാടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഇവിടെ വന്നിട്ട് എവിടെ ഫോട്ടോ എടുത്താലും നല്ല ഫ്രെയിമാണ് കേട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കറങ്ങിയൊക്കെ നടന്ന് വന്നപ്പോഴത്തേനും തിരക്കൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് കറക്റ്റ് സൈഡിലായിട്ട് 2 സീറ്റ് മിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കറികളാണോ അതോ കറികൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവാത്തതാണെന്ന് അറിയില്ല. ഇഞ്ചിപ്പുളി മനസ്സിലായി, അത് കഴിഞ്ഞ് വടുകപ്പുളി, നാരങ്ങ അച്ചാറോ അങ്ങനെയാണ് തോന്നുന്നു പറയുന്നത്. പിന്നെ 3 കൂട്ടം അച്ചാറുണ്ടായിരുന്നു. പിന്നെ കറിക്കൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നാട്ടിലെ സദ്യ ഇവിടുത്തെ സദ്യ ഡിഫറൻസ് ആയിരുന്നെങ്കിലും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷെ അടിപൊളി സദ്യ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഞങ്ങൾ പോയിട്ട് അവിടെ റെസ്റ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ചൂസിനോട് പോകാനായിട്ട് യാത്ര പറഞ്ഞിറങ്ങി. എനിക്ക് കുറച്ച് നേരം നിൽക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പം വെളുപ്പിനെ ഒരു 3 ആകുമ്പോൾ അവിടെ ചെല്ലണം. അപ്പോൾ ഉറക്കമൊന്നും രാത്രി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് പോവുകയൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന പോലെ തന്നെ തിരിച്ച് അങ്ങോട്ടേക്കും ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിന് കാത്തു നിന്നു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കാത്തു നിന്നപ്പോഴത്തേക്കും ബോട്ട് വന്നു കേട്ടോ. ഓരോരോ ട്രിപ്പായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ആ ഒരു ട്രിപ്പിൽ കയറി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു ദിവസമാണ്. ഈ സ്ഥലമൊക്കെ കാണാൻ വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിനൊരു അവസരം കിട്ടിയില്ല. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പം വന്ന് ഇങ്ങനൊരു ദിവസം വരാൻ പറ്റിയതിലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ ചെന്ന് അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അങ്ങോട്ട് പോയതിനേക്കാളും തിരിച്ച് വന്നപ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പം തിരിച്ച് വന്നപ്പോഴും നമ്മൾ തണ്ണീർമുക്കം പണ്ട് ആ ഒരു വഴി തന്നെ ആട്ടോ വന്നത്. അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ എന്തോ കാര്യത്തിന് തർക്കം ഉണ്ടായി. ചേട്ടാ ഇവിടെ തന്നെ പുച്ഛിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കക്ക വിൽക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും അധികം ഇങ്ങനെ കിട്ടാറില്ല. അപ്പം ഇങ്ങനെ ഇങ്ങോട്ടേലൊക്കെ പോകുന്ന സമയത്താണ് ഞങ്ങൾ കക്ക കാണുമ്പോൾ വാങ്ങുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് കക്കയായിരുന്നു. അപ്പോൾ വലിയ കക്കയും ചെറിയ കക്കയും ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയത് പിന്നെ ഞെക്കാൻ മടിയായതുകൊണ്ട് വലുത് വാങ്ങി. വലുതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. അങ്ങനെ കുറച്ച് വലിയ കക്കയും വാങ്ങുന്നുണ്ട്. ഓപ്പോസിറ്റ് ഇതുപോലെ ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീനും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തൂക്കത്തിനാണ് കേട്ടോ വില. 200 രൂപയോ 1/4 കിലോയ്ക്ക് അങ്ങനെ എന്തോ ആണ്. 200 250. അപ്പം നമുക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ 100 രൂപയ്ക്ക് വാങ്ങിയിട്ടോ. അത് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഉപകാരമാണ്. കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ സവോള മൂപ്പിച്ചിട്ട് മുളക് പൊടി ഇട്ട് വെറുതെ ഈ ചെമ്മീൻ ഇട്ടിട്ട് കഴിച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ എനിക്ക് ആകെ പേടിയുള്ളത് കുഞ്ഞിനെ മാത്രമേ ഉള്ളൂ. അവളുടെ ഒരു വൃത്തിയായിട്ട സ്വഭാവം, ഒരു സാധനം മുറിക്കാത്തൊക്കെ സംഭവിക്കില്ല. എൻ്റെ പലഹാരം വരെ അടിച്ചു മരുത്തിനു കിട്ടും. അങ്ങനെ വീട്ടിലെത്താറായി. അപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഉറങ്ങി
തുടങ്ങിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തന്നെ ഇത്ര ക്ഷീണമാണെങ്കിൽ ശരിക്കും കല്യാണം കഴിക്കുന്നവരുടെ കേട്ടോ ആലോചിച്ചത്. ഇതിന് പുറകെയുള്ള നടത്തം, ടെൻഷൻ, തലേ ദിവസത്തെ ഉറക്കമില്ലായ്മ, രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുന്നത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കുമല്ലേ. ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു പരുവാവും, ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കക്ക വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു വിട്ടു. അപ്പോൾ പപ്പായും ഇതേ പിള്ളേരെല്ലാം കൂട്ടിയിരുന്ന് കക്ക ഞെക്കുന്നുണ്ട്. അതങ്ങനെ അല്ല, ഞെക്കാതെ തന്നെ കറി വെക്കാൻ പറ്റുമെന്നാണ് കുറേ പേര് പറഞ്ഞത്. പക്ഷേ ഞങ്ങളിങ്ങനെ ഞെക്കി ശീലിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്കങ്ങനെ കഴിക്കാൻ ഒരു മടിയല്ലേ. അങ്ങനെ പിള്ളേരെല്ലാം ഇരുത്തി പണി എടുപ്പിക്കുന്നുണ്ട്. 1 കിലോ ഉണ്ട്, അതുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ട്രിപ്പായിട്ട് കറി വെച്ചു കിട്ടും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പെരുന്നാളിന് പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് പള്ളിയിലെ പെരുന്നാളായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാനത് ഉണ്ടാക്കുന്നൊന്നും കണ്ടില്ല, ചേട്ടായാണ് ഉണ്ടാക്കിയത്. ഞാൻ നല്ലൊരു ഉറക്കവും കഴിഞ്ഞിട്ട് പെരുന്നാളിന് പോകാറായപ്പോഴാട്ടോ എഴുന്നേറ്റത്. അതുവരെ ഉറക്കമായിരുന്നു. എന്തായാലും രാത്രി അധികം നേരം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തടനാട് പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. ഇതിന് മുന്നേ ക്രിസ്മസ് ടൈമിൽ ചെറിയ പെരുന്നാൾ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അന്ന് ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര പനിയായിപ്പോയി, അതുകൊണ്ട് ഡാൻസ് കളിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്രാവശ്യം മെഗാ ഷോ എന്തോ ആട്ടോ, ഗാനമേളയല്ല. അപ്പം നല്ല ലൈറ്റ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് പെരുന്നാളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അതാണ്. നല്ല രസമാണ് ആ ലൈറ്റ്സൊക്കെ കാണാൻ. അപ്പോൾ അമ്മയും പിള്ളേരൊക്കെ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ ശ്രീകുട്ടൻ ഭയങ്കര ബഹളമായിരുന്നു കളിപ്പാട്ടത്തിന്. അപ്പം അവൻ കിടന്ന് കാര്യം കണ്ടപ്പോൾ പിന്നെ പാവം തോന്നി, കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡിലായിട്ടൊരു ബലൂണും മറ്റേ ഉന്തുന്ന വണ്ടിയും അങ്ങനത്തെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അത്രയും പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഇവിടെ അത്രയും കടകളൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം കുറച്ചധികം കടകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവനൊരു ബലൂണോ വണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ബലൂൺ വേണ്ട കേട്ടോ, ആ ഉന്തുന്ന വണ്ടി മതി. അപ്പോൾ സിദ്ധുവിന് ബലൂൺ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധുവിന് ബലൂണും വാങ്ങി, അവന് ഉന്തുന്ന വണ്ടിയും വാങ്ങി. മാള് പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ കൂട്ടുകാരുടെ കൂടെ പോയി ഇരിക്കായിരുന്നു. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ഇവിടെ ഒരു വലിയ ഗ്യാങ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർ വരെ ഗ്യാങ്ങൊക്കെ കൂടി ഇരിക്കുന്ന കാണുമ്പോൾ കൊതിയാവുക. പണ്ടൊക്കെയാണ് അമ്മ പെരുന്നാളിനൊക്കെ വിടുമ്പം ഒറ്റയ്ക്ക് വിടത്തേ ഇല്ലായിരുന്നു കേട്ടോ, കൂട്ടിക്കൊണ്ട് പോകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് തന്നെയൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ ചെന്ന സമയത്ത് സ്റ്റേജിൽ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ബാക്കിലായിരുന്നുകൊണ്ട് അധികം പ്രോഗ്രാം ഒന്നും കാണാൻ പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് പാട്ടുകളും പിന്നെ മിമിക്രി അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഒരുപാടൊന്നും കാണാൻ നിൽക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയേർഡായി. പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ അവിടെ ആ പള്ളിപ്പുറമ്പിൽ കിടന്ന് ഭയങ്കര കളിയാണ് ആ വണ്ടി വെച്ച്. പിന്നെ ബലൂണിനെക്കാളും ഭേദം ഈ വണ്ടിയാണ്. അതാകുമ്പോൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടെങ്കിലും നടന്നോളൂ. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ തെളിഞ്ഞിരിക്കുന്നതാണ്, നല്ല രസമുണ്ട്. ബലൂൺ പിന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബലൂൺ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പൊട്ടതില്ലെന്ന് തോന്നുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്ക് ഇങ്ങനത്തെ ബലൂണൊക്കെ കാണുമ്പോൾ ഭയങ്കര ആക്രാന്തം കേട്ടോ. പണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങണമെന്നൊക്കെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഇപ്പം വാങ്ങിച്ച് കളിച്ചു നടന്നു കഴിഞ്ഞാൽ പിള്ളേർ കളിയാക്കുമല്ലോ. അതുകൊണ്ട് പിള്ളേരെ കളിപ്പാട്ടം വെച്ച് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. കുഞ്ഞിലേതൊന്നും വെച്ച് അധികം കളിക്കാൻ പറ്റിയില്ലെങ്കിലും പിള്ളേരിപ്പോൾ കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമായിട്ട്. അങ്ങനെ ശ്രീകുട്ടൻ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് ആട്ടോ. അപ്പം മറ്റേ ഇല്ലുമിനാറ്റി പാട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മാളും അവളുടെ കൂട്ടുകാരനും കൂട്ടിക്കൊണ്ട് വന്നു. എൻ്റെ കുഞ്ഞ് ഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവളുടെ കൂടെ പോയി. അങ്ങനെ എല്ലാവരും കൂടെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞി പട്ടാളമാണ്. ഞാൻ എന്ന് ഇവളെ കൂട്ടാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് സ്കൂളിൽ ചിലപ്പോൾ ഇവർ ഓടി വരും. അത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പപ്പ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. എന്നാ സംഭവം, സ്റ്റേജിൽ മറ്റേ മമ്മൂക്കയുടെ സൗണ്ട് എന്താ പറയുക, ഡബ് ചെയ്യുക, സ്റ്റേജിൽ മറ്റേ ലൈവ് ഡബ് ചെയ്യുക. അപ്പം മറ്റേ ഒരു സീനില്ല, മറ്റേ കൂട്ടുകാരൻ്റെ കടുക്കനൊക്കെ തന്നു ആ പൈസ കൊണ്ടാണ്. അയ്യോ, ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ ബാർബറിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയുടെ ഡയലോഗ് കണ്ടിട്ടിരുന്ന ഒരാൾ കരയുന്നത്. ഞങ്ങൾ ഭയങ്കര കളിയാക്കായിരുന്നു പപ്പാനെ. അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. എനിക്കവിടെ ഐസ്ക്രീം കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്, തൊണ്ടവേദന കാരണം കഴിക്കാനും പറ്റുന്നില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കിട്ടും. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.